പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 28-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ എത്തിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ വർഷത്തിൻ്റെ അവസാനത്തെ ശനിയാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം തുണയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 98-ാം സങ്കീർത്തനം 1-ാം വാക്യം. സാംസ് 98 വേഴ്സ് 1 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലങ്കയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. കേവലം 9 വാക്യങ്ങൾ അടങ്ങിയ ഒരു ചെറിയ സങ്കീർത്തനം. അതിന്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുവീൻ. എന്തിനാണ് ദൈവത്തിന് പുതിയ പാട്ട് പാടേണ്ടത്? അതാണ് അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമുക്ക് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. 2024 എണ്ണപ്പെട്ട മണിക്കൂറുകളിലേക്ക്, ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞൊന്ന് നോക്കിക്കാട്ട് പ്രിയമുള്ളവരെ, തമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ചത് കൊണ്ടല്ലേ ഇന്നും നാം ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായിട്ടിരിക്കുന്നത്? നമ്മുടെ കുടുംബശ്രേഷ്ഠതയോ വിദ്യാഭ്യാസമോ പണമോ സൗന്ദര്യമോ ജോലിയോ സ്ഥാനമാനങ്ങളോ നമ്മുടെ ആത്മീയ വിശുദ്ധിയോ ഒന്നും കൊണ്ടല്ല. ദൈവം തന്റെ കൃപ തോന്നി നമ്മെ നിർത്തിയിരിക്കുക. അതെ, തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതം അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. അർഹിക്കാത്ത എത്ര നന്മകൾ തമ്പുരാൻ നൽകി. ചില പ്രത്യേക സാഹചര്യത്തിൽ നാം തന്നെ സ്വയം വിധി എഴുതിയില്ലയോ, ഈ വിഷയത്തിൽ ഞാൻ തകർന്നു പോകും, ഇനിയും എനിക്കൊരു മടങ്ങി വരവില്ല, എന്റെ ജീവിതം ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് നമ്മൾ തന്നെ പലപ്പോഴും സ്വയം വിധിയെ പഴിച്ച് സ്വയം ശപിച്ചുകൊണ്ട് പോയ അവസരങ്ങളിൽ ദൈവമക്കളെ തമ്പുരാൻ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഒരു പുതിയ പാട്ട് പാടണം. മാത്രമല്ല, യഹോവയുടെ വലങ്കൈ, അവന്റെ വിശുദ്ധ ഭുജം ജയം നേടിയിരിക്കുന്നു. നമ്മൾ പരാജയപ്പെടേണ്ട അനേക സന്ദർഭങ്ങളിൽ തമ്പുരാൻ നമുക്ക് ജയം നൽകിയിരിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിക്കാട്ട്. എവിടെയെല്ലാം നാം പരാജയപ്പെടേണ്ടി വന്നു, തലകുനിക്കേണ്ടി വന്നു, പലപ്പോഴും ഉത്തരമില്ലാതെ നിർനിമേഷരായി നിൽക്കേണ്ട അവസ്ഥകളും സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായി. അനേകർ നമ്മളെ പുച്ഛിച്ച് പുറന്തള്ളി, ഒരു കോണിലോട്ട് മാറ്റി നിർത്തി. എന്നാൽ അവിടെയെല്ലാം സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളായ നമുക്ക് ജയം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അതെ, എന്നെയും നിങ്ങളെയും തകർത്ത് കളയുവാൻ, പിച്ച് ചീന്തുവാൻ, ഇല്ലാതാക്കുവാൻ പിശാച് പല പല തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൈ എനിക്കും നിങ്ങൾക്കും അനുകൂലമായിരുന്നത് കൊണ്ട് ദൈവകൃപയാൽ ഞാനും നിങ്ങളും ഇന്ന് ആരോഗ്യത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനപ്രകാരം പറയുകയാണ്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടണം. ഞാൻ ചോദിക്കട്ടെ, എണ്ണപ്പെട്ട ദിവസങ്ങളിലേക്ക് നാം എത്തി. 362-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചു. നമ്മൾ എത്ര നന്ദി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓടിച്ച വാഹനം, നാം കയറിയ വാഹനം, അത് കരമാർഗമായിക്കൊള്ളട്ടെ, കടൽ മാർഗമായിക്കൊള്ളട്ടെ, വ്യോമമാർഗമായിക്കൊള്ളട്ടെ, ഏത് നിലയിലാണെങ്കിലും തമ്പുരാൻ എന്നെയും നിങ്ങളെയും പരിപാലിച്ചില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ പോയെടുത്ത്, ജോലി ചെയ്തെടുത്ത്, ഭവനത്തിലായിരുന്നപ്പോൾ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ കൂടെ കടന്നുപോയി.
ഡോക്ടർമാര് പോലും പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ചെയ്തു, ഇനിയും ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയുമില്ല. അങ്ങനെ സകല വഴികളും എല്ലാ മേഖലകളിലും അടഞ്ഞപ്പോൾ തമ്പുരാൻ നമുക്ക് വേണ്ടി പുതുവഴി തുറന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളും ദൈവത്തിന് പുതിയൊരു പാട്ട് പാടണം. ജീവജലത്തിന്റെ ശ്രോതാക്കളായ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. ദൈവം എത്രയെത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്ത് ദൈവകൃപയോടെ നിർത്തിയിരിക്കുന്നു. വീണു പോകാവുന്ന അനേക സന്ദർഭങ്ങളിൽ, താണു പോകാവുന്ന അനേക അവസരങ്ങളിൽ തമ്പുരാന്റെ കരം എന്നെയും നിങ്ങളെ പിടിച്ചതിനാൽ ഹല്ലേലൂയ നാം ജയം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാമും നമ്മുടെ പ്രിയപ്പെട്ടവരും നന്ദിയുള്ളവരായി, സ്തോത്രമുള്ളവരായി സങ്കീർത്തക്കാരൻ ഓർപ്പിച്ചതുപോലെ പുതിയ പാട്ട് പാടിക്കൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഒപ്പം വിഷമങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളുമായി ഈ അതിരാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്, നിരാശപ്പെടരുത്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബലമുള്ള കരത്തിലോട്ട് സമർപ്പിക്കുക. ഹല്ലേലൂയ. അത്ഭുതവാനായ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായും ആശ്രയിക്കുക. നിശ്ചയമായും എനിക്കും നിങ്ങൾക്കും ജയം തരുവാൻ അവിടുന്ന് മതിയായവനാ. അതുകൊണ്ട് ജീവജലത്തിന്റെ ശ്രോതാക്കളായ എന്റെ എല്ലാ സഹോദരങ്ങൾക്കും തമ്പുരാൻ ജയം നൽകട്ടെ, വിടുതൽ നൽകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ, പ്രാർത്ഥനാ വിഷയങ്ങളിൽ, കുടുംബങ്ങളിൽ, ജോലി സ്ഥാനങ്ങളിൽ, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മധ്യേ തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. ജീവജലം ശ്രമിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, തളരുവാനല്ല, പതറുവാനല്ല, പിറുപിറുക്കുവാനല്ല, പിന്മാറുവാനല്ല, ജയം നേടിത്തരുന്ന ആ ജയവീരനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളും പരിപൂർണമായി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഈ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരാഴ്ചയുടെ അവസാനത്തിലേക്ക് വീണ്ടും ഞങ്ങളെ എത്തിച്ചതിനായി സ്തോത്രം. ഒരാഴ്ച വട്ടം കൂടെ അതാത് ഞങ്ങളെ പരിപാലിച്ചല്ലോ. ഇനി ഞങ്ങളെ കേൾപ്പിച്ച ദൈവദിനത്തിനായി സ്തോത്രം. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം മൊത്തത്തിൽ അത്ഭുതമാണ് കർത്താവേ, അതിശയമാണ് കർത്താവേ. അതെല്ലാം അവിടുന്ന് നൽകിയതാകിയാൽ സ്തോത്രം. അവിടുത്തെ വലിയ കരം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശത്രുവിന്മേൽ, തകർച്ചയിന്മേൽ, രോഗത്തിന്മേൽ, പോരാട്ടത്തിന്മേൽ ജയം തന്നിരിക്കിയാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അതുകൊണ്ട് അങ്ങേക്ക് പുതിയ പാട്ട് പാടുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ വിഷയത്തിന്മേൽ തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കണം. ജയം നേടി അവര് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സഹായിക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും നന്മയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ കാത്തു പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ജയവീരനാണ്, ജയാളിയാണ്. ആ കർത്താവ് എനിക്കും നിങ്ങൾക്കും ജയം നൽകും. അവന്റെ വലിയ കരം വിടുതൽ നൽകും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഏത് വിഷയത്തിലാ ഭാരപ്പെടുന്നത്, അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടണം. തിരിഞ്ഞു നോക്കി ഹല്ലേലൂയ ഓരോ നന്മകളും ഓർത്ത് ദൈവത്തിന് പാട്ടുപാടാം, സ്തോത്രം ചെയ്യാം. ഭക്തനായ പാട്ടുകാരൻ പറഞ്ഞല്ലോ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അതെ, ഡേ ബൈ ഡേ, മിനിറ്റ് ബൈ മിനിറ്റ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്.
എന്നിട്ട് നന്ദിയോടെ സ്തോത്രം പാടാം. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടികുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.